മക്കളില്ലാത്തവർ അടിവയറ്റി കൈവെക്കേണ്ടതാണ്. എത്ര കൊല്ലമായാലും കുഴപ്പമില്ല. ഉടമ്പടിയുടെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് വലിയ വ്യാപ്തിയാണ്, സാധാരണ പ്രാർത്ഥനയേക്കാളും. ഇന്നലെ ഒരു ദമ്പതികൾ ഇവിടെ 16 കൊല്ലമായിട്ട് മക്കളില്ലവർക്ക്, 16 കൊല്ലമായിട്ട്. പക്ഷെ അവരിവിടെ വന്നിട്ടില്ല. അവർ ഗൂഗിൾ മീറ്റിൽ അച്ഛനുമായിട്ട് പ്രെയർ ചെയ്താണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ പ്രഗ്നൻ്റ് ആകും, നിങ്ങൾ വന്ന് കുഞ്ഞിനെയും കൊണ്ട് സാക്ഷ്യം പറയണമെന്ന്. ഇന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഗൂഗിൾ മീറ്റാണ്, വേറെ രാജ്യത്തിരുന്നുകൊണ്ട് 16 കൊല്ലം മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കുകയും ആ 16 കൊല്ലം മക്കളില്ലാത്തവർക്ക് ഈ ഗൂഗിൾ മീറ്റിൽ എന്താ സംഭവിക്കണത്? കോണ്ടിനെൻ്റലായിട്ട് ഈ സാറ്റലൈറ്റ് വഴിയാണ് പ്രെയർ ചെയ്യണത്. അവരാഴ്ച എങ്ങനെ പ്രഗ്നൻ്റ് ആകണത്? നമ്മുടെ ഈ കാലം എന്ന് പറയണത് വല്ലാത്ത ഒരു കാലമാണ്, കർത്താവിൻ്റെ മാത്രം കാലം, വിശ്വസിക്കുന്നതിന് അടയാളം കാണുന്ന കാലം. കൈയിടിച്ച് കർത്താവ് അരികിൽ വരണമേ, ഓക്കെ. കൈ അടിവയറ്റിൽ കൈവെക്കുക. മക്കളില്ലാത്തവര് ശ്രദ്ധിക്കുക. കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിലെ ഒരു പ്രത്യേകത, നമ്മൾ കേട്ട സാക്ഷ്യങ്ങളുടെ നിന്നൊക്കെ മനസ്സിലാകുന്നതാണ്. ഇപ്പം മകൾ ഇവിടെ ഇല്ലെന്ന് വിചാരിച്ചോ, മകൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അമ്മയാണുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ അവളുടെ വയറാണെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ വയറ്റിൽ കൈവച്ചിട്ട് വിശ്വാസം പ്രഖ്യാപിക്കാം. എന്നിട്ട് പറയണം, മകളുടെ വയറിൽ അമ്മയെ ഇപ്പോൾ പരിശുദ്ധമേ ദേവമാതാവേ ഇപ്പോഴും എൻ്റെ മകളുടെ വയറിൽ തുടരണമെന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കുക. മക്കളുടെ ഉടമ്പടിയുടെ മെയിനായിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നാണ്. അതാണ് നമുക്കത് കിട്ടണതിൻ്റെ കാരണം. എല്ലാ മേഖലകളിലും വാഗ്ദാനം കൊടുക്കുമ്പോൾ മകൻ, പിന്നെ ജീവിതം, പിന്നെ ലാൻഡ്, പിന്നെ വീട്, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള പ്രോമിസാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും മിസ്സാകത്തില്ല. അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും, ഉടമ്പടിയുടെ പ്രാർത്ഥിക്കുന്നവരുടെയും ഉടമ്പടിയുടെ ഭാഗമായിരിക്കുന്നവരുടെയും ഉദരത്തെ അങ്ങ് സ്പർശിക്കണമേ. മരുന്നോലേപനവും അല്ല കർത്താവേ, അങ്ങയുടെ വചനത്താൽ അവർ മാംസമായി കുഞ്ഞുങ്ങളെ യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കട്ടെ, വിശ്വസിക്കട്ടെ. നമ്മളെ സാക്ഷ്യങ്ങളെ പരിശോധിക്കുമ്പോൾ അമ്മ ഒത്തിരി പേര് ഈ കോവിഡിൻ്റെ കാലത്ത് പകുതി കുടുംബങ്ങളും തകർന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അമ്മയുടെ മുമ്പിൽ നിന്ന് മാറാതെ നിൽക്കുന്നതിൻ്റെ കാരണം. പലതും പലർക്കും രണ്ടാമത് ചെയ്യാൻ പറ്റാത്തതാണ്. ദൈവം തന്നെ മെറിറ്റില്ലാതെ ഉള്ള അവസ്ഥയാണ്. നോട്ട് ബൈ മെറിറ്റ്, ഗ്രേസിലെ വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പം നമുക്ക് 2 കോടി കടമുണ്ട്, അല്ലെങ്കിൽ 50 ലക്ഷം കടമുണ്ട്, ഒരു തുണ്ട് ഭൂമി പോലും വിൽക്കാൻ പോലും ഇല്ല. അപ്പം മെറിറ്റില്ലെന്നില്ല എൻ്റെ അർത്ഥം. പിന്നെ നമുക്ക് ജീവിക്കണ്ടേ? ദൈവമല്ലേ നമ്മളെ ജീവിപ്പിക്കേണ്ടത്, പിന്നെ വേറെ ആരാ ജീവിപ്പിക്കേണ്ടത്? കടമുള്ളവർ കൈപൊക്കുക. ശ്രുതിക്കട്ടെ. ഏറ്റവും കുറഞ്ഞ 10-120 ഉണ്ട്. നമുക്കിവിടെ ഒരു ദിവസം തന്നെ 25 സാക്ഷ്യങ്ങളുണ്ട്. അങ്ങനെ ഒരു 10 ദിവസം കഴിയുമ്പോൾ 750 സാക്ഷ്യം ഉറപ്പായിട്ടുണ്ട്. 750 സാക്ഷ്യങ്ങൾ മിക്കവാറും ഇടുന്ന 60 സാക്ഷ്യങ്ങൾ നമ്മൾ പുറത്തേക്ക് വിടത്തുള്ളൂ. കാര്യം എന്താ, അത്രയും സ്ഥലം യൂട്യൂബിൽ അത്ര സമയമുള്ളൂ. അപ്പോൾ ഇത്രയും വലിയ പ്രാർത്ഥനയിൽ നിങ്ങൾ സുവിശേഷ വേല ചെയ്യുമ്പോൾ നിങ്ങൾ സുവിശേഷ വേലയാണ് ചെയ്യണമെന്നുള്ള ബോധ്യം ഉണ്ടാകണം. ആദ്യം വേണ്ട ബോധ്യമാണ്. ആ ബോധ്യം ഉണ്ടായിക്കഴിയുമ്പോൾ നിങ്ങൾ സുവിശേഷ വേല ചെയ്യും, പ്രാർത്ഥിച്ച് പത്രങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെയാണ് മറ്റ് എല്ലാ സൽപ്രവൃത്തികളും. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക,
ആശുപത്രിയിൽ പോയി രോഗികളെ കാണുക, നഗ്നനെ ഉടുപ്പിക്കുക. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു എന്നൊക്കെ ഈശോ പറയണില്ല. അത് ഈശോയെ തന്നെ മറ്റുള്ളവരിൽ കണ്ടുകൊണ്ട്, ഇല്ലായ്മക്കാരെ ഈശോയെക്കായി കണ്ടുകൊണ്ട് നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഗ്രേസ് ഫീൽഡ് വർക്ക് ചെയ്യണത്. ഇപ്പം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞില്ലേ, ആരാണ്ടിൻ്റെ ഗ്രേസാണ് മുകളിൽ നിന്ന് കെട്ടിയെടുത്ത് വരുമെന്നാണ് വിചാരിക്കണത്. അതല്ല, നമ്മൾ നമ്മുടെ ഗ്രേസ് ഫീൽഡ് വർദ്ധിപ്പിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊളോസിയസ് അല്ല, നമ്മൾ എഫേസ്യസ് 2:8 പറയുന്നത് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. പക്ഷെ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുമ്പോഴേ ആ ദൈവത്തിൻ്റെ കൃപ ആർജിക്കാൻ വേണ്ടി നമുക്ക് ഒരു മിനിമം യോഗ്യത വേണം. കാര്യം മാലാഖ മറിയത്തെ കാണുമ്പോൾ എന്താ പറയണത്? മറിയം, നീ ദൈവദുരുസ്ഥനിധി കൃപ കണ്ടെത്തിയിരിക്കുന്നു. കണ്ടെത്താത്ത കാലമാടന്മാരും ഉണ്ട്. സക്കറിയാടത്ത് പോയപ്പോൾ ഇത് പറയാൻ പറ്റണില്ലേ? സക്കറിയൊക്കെ പറയാൻ പറ്റണില്ല, അതേ കാക്ക് അക്സെപ്റ്റിവിറ്റി കുറവാണ്. സക്കറിയ യോഹന്നാൻ മാന്താനയുടെ അപ്പനാണ്, പുരോഹിതനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്ക് ദൈവത്തിരുസന്നിധിയിൽ റിസെപ്റ്റിവിറ്റി കുറവാണ്. പക്ഷെ മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ എന്താ പറയണത്? നീ ദൈവത്തിരുസന്നിധി കൃപ കണ്ടെത്തിയിരിക്കുന്നു. കാര്യം ദൈവത്തിൻ്റെ കൃപ നിനക്ക് ലഭിക്കാൻ പറ്റുന്ന രീതിയിൽ നിൻ്റെ ഫോർമാറ്റ് നീ കറക്റ്റ് ചെയ്തിരിക്കുന്നു. കുഞ്ഞുനാൾ മുതൽ ചെയ്തിരിക്കുന്ന കാര്യമാണത്. പ്രാർത്ഥിക്കുകയും അതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുകയും കർത്താവിൻ്റെ വചനം കേൾക്കുകയും, അത് മറിയം പറയുന്ന സ്വസ്ത്രഗീതം പോലും സാമുവേലിൻ്റെ അമ്മ പറഞ്ഞ സ്വസ്ത്രഗീതമാണ്. കാര്യം മറിയം നന്നായി അമ്മ വചനം വായിച്ച് ധ്യാനിച്ചാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അമ്മയുടെ സ്വസ്ത്രഗീതം പോലെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. അന്നമ്മയുടെ സ്വസ്ത്രഗീതമാണ്. ആരുടെ? സാമുവേലിൻ്റെ അമ്മയില്ലേ, എൽക്കാനയുടെ പത്നി, അവരുടെ സ്വസ്ത്രഗീതമാണ്. കുറേ വാക്കുകളാണ് അമ്മ സ്വസ്ത്രഗീതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ബൈബിൾ നന്നായിട്ട് അറിയാം, വിശുദ്ധ ഗ്രന്ഥം അറിയാം. അപ്പോൾ അമ്മ അത് പഠിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും അമ്മ വചനമായി ജീവിക്കുമ്പോഴാണ് അമ്മ വചനത്തിലാണ് മറുപടി പറയണത്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ എന്താണ്? വചനത്തിൻ്റെ ദാസി എന്നാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ ദാസി എന്നാണെങ്കിൽ വചനമെന്ന് പറഞ്ഞത് എന്താ? ഉടമ്പടിയാണ്. കാര്യം നമ്മൾ വചന കൂടാരത്ത് വചനത്തിൻ്റെ വാഗ്ദാന പേടകത്തിൽ ഇരിക്കണത് എന്താണ്? വാഗ്ദാന പേടകത്തിൽ ഇരിക്കുന്ന വചനമാണ്. അപ്പോഴേ ഈ വചനത്തിന്, ആ വചനം നിറവേറ്റാൻ ഞാൻ എന്ത് ദാസ്യപ്പണിക്കും തയ്യാറാണെന്നാണ് പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? കർത്താവിൻ്റെ വചനം നിറവേറ്റാനേ. ഇപ്പോൾ പാക ഉടമ്പടി നടന്ന് ഒരു തല്ലും പൊട്ടിക്കലും തന്തയ്ക്ക് വിളിക്കലും തന്ത ഇരുത്തിക്കൊണ്ടൊക്കെ വിളിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ 5 സെൻറ്റ് കൂടുതൽ കിട്ടും. വീടുകളൊക്കെ നടക്കാനുണ്ടല്ലേ? മിണ്ടാ നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടത്തുമില്ല. കാര്യം നമ്മളെന്താ ചില ആൾക്കാർ പറയത്തത്, നിൻ്റെ വായി കോലാണോ എന്ന് ചോദിക്കും. അതല്ല, എനിക്ക് പറയാനറിയാം, പക്ഷെ അവർ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അവർ സമാധാനം പാലിക്കുക. കർത്താവിൻ്റെ വചനം സമാധാനം പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. അതുകൊണ്ടാണ് അവരവിടെ സമാധാനം പാലിക്കണത്. പക്ഷെ അവർക്ക് നഷ്ടമാണ്. മുട്ടാളന്മാരും കൈക്കൊള്ളവരും കാര്യക്കാരും പകുതിയും കൊണ്ട് പോകും. ദൈവത്തെ വിളിക്കുന്ന ആൾക്കാർക്ക് നഷ്ടം വരും, തീർച്ചയായിട്ടും ഒഴിവാകും. അതെന്തുകൊണ്ടാണ്? ഈ വചനത്തിന് ദാസിയായി സമാധാനം സ്ഥാപിക്കാനുള്ളത് ഒരു സുവിശേഷ സാക്ഷ്യമാണ്. അതിന് രക്തസാക്ഷിയായ സെബസ്ത്യാനോസിനെ മരത്തിൽ തൂക്കണമെന്നൊരു കാര്യമില്ല. ഒരു കുടുംബത്തിൽ സകല സാഹചര്യങ്ങളെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ നിൻ്റെ ഉടമ്പടി വിജയിച്ച്. കാര്യം എന്താണെന്ന് പറയുക, അതും സുവിശേഷമാകുകയാണ്. നമ്മൾ സുവിശേഷമാകുന്ന ആൾക്കാർക്ക് മാത്രമേ സുവിശേഷം ഏകാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം കൂടിയാണ് അച്ഛൻ പറഞ്ഞത്, നിൻ്റെ ഗ്രേസ് ഫീൽഡ് ഡെവലപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ നീയും അമ്മയെപ്പോലെ ദൈവതിരുസന്നിധി കൃപ കണ്ടെത്തും. ദൈവതിരുസന്നിധി നിൻ്റെ IELTSൻ്റെ വിജയം കണ്ടെത്തുക. ദൈവതിരുസന്നിധി നിന്നെ വസ്തു വിൽക്കാനുള്ള പോംവഴി കണ്ടെത്തുക. ദൈവതിരുസന്നിധി നീ കെട്ടാനുള്ള ചെറുക്കനെ കണ്ടെത്തുക. ദൈവതിരുസന്നിധി നീ കെട്ടാനുള്ള പെണ്ണിനെ കണ്ടെത്തുക. ഇതൊക്കെ എന്തെല്ലാം കണ്ടെത്തിയാലും 70 കൊല്ലം കഴിയുമ്പോൾ കണ്ടെത്തിയ ആൾക്കാരെ പേരെ കാണാതെയും. എല്ലാം കണ്ടെത്താം, പക്ഷെ കണ്ടെത്തിയ ആൾക്കാരെ കാണാതെയാവും. നമുക്കറിയാമല്ലോ. പക്ഷെ ദൈവതിരുസന്നിധി കൃപയാണ് കണ്ടെത്തണമെങ്കിൽ അന്ത്യകാലം വരെ നിൽക്കും. നമ്മൾ 11:19 വായിക്കത്തില്ലേ? 11:19 വെളിപാടിൻ്റെ പുസ്തകം ഒന്ന് വായിച്ച മക്കളെ. വെളിപാടിൻ്റെ പുസ്തകം 11:19.
അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. ഒന്ന് പറഞ്ഞേ, അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. ഇനി അതിന്റെ അടുത്ത വരി വായിച്ചേ. മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ദൈവ സാന്നിധ്യത്തിന്റെ അടയാളങ്ങളാണ്. അടുത്ത വായിച്ചേ. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ. ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. അതാണ് വാഗ്ദാന പേടകം കാണായി എന്ന് പറയുമ്പോൾ ആ വാഗ്ദാന പേടകം ആരാണെന്ന് പറയുന്നുണ്ട്. ആരാണത്? ഗർഭിണിയായ ഒരു സ്ത്രീയാണ്. ആ ഗർഭത്തിൽ ആരാണുള്ളത്? യേശു ക്രിസ്തു. അപ്പൊ അവൾ ആരായിരിക്കും? അമ്മ. കൈ ഇടിച്ച് ക്രിസ്തുകളെ ക്ഷണിക്കുന്ന അവിടുത്തെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പൊ ദൈവത്തിരുസന്നിധി കൃപ കണ്ടെത്തുന്നവരെ 70 കൊല്ലത്തേക്കല്ല കണ്ടെത്തണത്. മനസ്സിലായ? ദൈവതിരുസന്നിധി നീ പരീക്ഷയുടെ വിജയം കണ്ടെത്തിയാൽ 70 കൊല്ലം കഴിയുമ്പോൾ തീരും. ദൈവതിരുസന്നിധി നിന്റെ വസ്തു വിൽക്കണ ഒരാവശ്യം കണ്ടെത്തിയാൽ ആ വസ്തുവിൻ്റെ കാലം കഴിയുമ്പോൾ അത് തീരും. ദൈവതിരുസന്നിധി നീ ചെറുക്കനെ കണ്ടെത്തിയാലും നീ നിന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയാലും എല്ലാം 100 കൊല്ലം കൊണ്ട് തീരും. ദൈവതിരുസന്നിധി നീ കൃപ കണ്ടെത്തിയാൽ അന്ത്യം വരെ, അവസാന കാലം വരെ, നിത്യത വരെ പരിശുദ്ധ അമ്മയോടൊപ്പം നിന്റെ സാന്നിധ്യം, നിന്റെ സാന്നിധ്യം ദൈവത്തിരുസന്നിധിയിൽ ഉണ്ടാകും. ദൈവവേദലേ, ഇത് കൃപയുടെ ഒരു എക്സ്റ്റൻഷൻ. കൃപ കണ്ടെത്തണം. നിന്റെ മെറിറ്റ് കുറഞ്ഞു പോയാൽ, അപ്പോൾ അതല്ലേ റബി ടീച്ചർ സംഭവിക്കണത്. അവിടെ മെറിറ്റ് കുറഞ്ഞു പോയി. പക്ഷേ അവരുടെ കൂടെ കോമ്പറ്റ് ചെയ്യണം. മത്സരത്തിൽ റബി ടീച്ചർ ജയിക്കും, ഇൻ്റർവ്യൂ ജയിക്കും. മാനേജർ പറഞ്ഞ് ഇൻ്റർവ്യൂ ജയിച്ചിട്ടുണ്ട്, ജോലി തരാം. പക്ഷേ കാര്യമുണ്ട്, കേട്ടക്ക് പാസ്സാകണമെന്ന് പറയും. ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ജോലി തരാം, പക്ഷേ കേട്ടക്ക്. അപ്പോഴും ഇവർ വിറക്കും. എന്താ കാര്യം? കേട്ടക്ക് പുതിയ പരിപാടിയാണ് അല്ലേ? അത് കുഞ്ഞുങ്ങളുമായിട്ട് പഠിച്ചാൽ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ പഠിച്ചാൽ അവരൊരിക്കലും രക്ഷപ്പെടത്തില്ല. അപ്പോഴും മാതാവിനോട് പറയും, എന്താണ് അവിടെയും ഉടമ്പടി വർക്ക് ചെയ്യും. എന്താ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. 150 ചോദ്യങ്ങളാണ് കേട്ടക്കിന് വരേണ്ടത്. 150 ചോദ്യങ്ങൾ. ടീച്ചറിൻ്റെ കൈയും കാലും പറിച്ച് കണ്ണൊക്കെ ചിമ്മി, കണ്ണ് കാണാൻ പറ്റില്ല, തലകറക്കം പറ്റില്ല, എന്തൊക്കെ ആ 8 ചോദ്യമേ അറിയാൻ പാടുള്ളൂ. 8 ചോദ്യമേ അറിയാൻ പാടുള്ളൂ 150 ചോദ്യത്തിൽ. കാര്യം 17 കൊല്ലമല്ലേ പഠിച്ചിറങ്ങിയിട്ട്. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ അടുത്തൊക്കെ ടീച്ചർ ഈ ഉടമ്പടി കാശിലും കൊണ്ടുപോയി വെക്കും. കേട്ടക്ക് പരിചയമാണ്. ഉടമ്പടി 150 ചോദ്യത്തിൻ്റെ പിന്നിലും കൊണ്ടുപോയി ഉടമ്പടി കാശിൽ വെക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ബ്ലിങ്ക് ചെയ്യും. അതെല്ലാം ടിക്ക് ചെയ്ത് വെക്കും. ആരാണ്? മാതാവ് നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ, ചില ഉത്തരങ്ങൾ ബ്ലിങ്ക് ചെയ്യിക്കുകയാണ്. അത് ഭയങ്കര രസമാണ് ടീച്ചർ പറഞ്ഞ കേൾക്കാൻ. അത് അവർക്കറിയത്തില്ല. അവർക്ക് 8 എണ്ണമേ അറിയാൻ പാടുള്ളൂ. 150 ചോദ്യങ്ങളുണ്ട്. അവർ 94 എണ്ണത്തിന് റെഫർ ചെയ്ത് ഈ 94 ഉത്തരം അവർ പറഞ്ഞു, എനിക്ക് സത്യമായിട്ട് 8 ഉത്തരവേ അറിയാൻ പാടുള്ളൂ, ബാക്കിയെല്ലാം എൻ്റെ അമ്മ എഴുതി തന്നതാണെന്നാണ്. കൈയിടിച്ച് കർത്താവിനെ ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന. അവരുടെ സർക്കാർ ജോലിയായി. നോക്കിയ ഒരു സ്റ്റോറി വന്ന കാര്യമുണ്ടല്ലേ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ മോനിങ്ങനെ ആ മേഡത്തിനെ വിളിച്ചപ്പോൾ മേഡം ഫോണും കട്ട് ചെയ്തു. അവനുമായിട്ടുള്ള ബന്ധം അങ്ങ് വേർപെടുത്തിയ രീതിയിൽ അങ്ങ് പോയി. ഒരാഴ്ച കഴിഞ്ഞ് അപ്പം ഞാൻ മാത്രം പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കൾക്ക് വിശ്വാസമില്ല, എൻ്റെ ഹസ്ബൻഡിന് വിശ്വാസമില്ല. കാരണം പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഇതൊക്കെ നമ്മൾ ഇത്രയും കിടന്ന് അനുഭവിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും എന്നെ ഒരുമാതിരി നിരുത്സാഹപ്പെടുത്തുകയും കളിയാക്കുകയും വരെ ചെയ്തു. ഞാൻ ഒരുപാട് സങ്കടത്തോടെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഈ കളിയാക്കലെങ്കിലും എനിക്കൊരു പരിഹാരം കണ്ടെത്തി തന്നൂടെ.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാഴ്ച മോൻ്റെ ഈ ഫോൺ കട്ട് ചെയ്തിട്ട് പോയ മാഡം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മോൻ്റെ അവിടുത്തെ ഫ്രണ്ടിനോട് പറഞ്ഞ് കുട്ടി അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ട്, അപ്പോൾ മോന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോൺ മേടിച്ചിട്ട് ആ മാഡത്തെ വിളിച്ചപ്പോൾ പറയുക, മോന് അവിടെ ഒരു ജോലി അവർ റെഡിയാക്കി, വിസ ഉടനെ റെഡിയാകും, പെട്ടെന്ന് കയറി വരാൻ തയ്യാറാണോന്ന്. ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു വിളിയായിരുന്നു അത്. കാരണം അവർ ഈ ഒരു 500 യൂറോ ചോദിച്ചപ്പോൾ പോലും ഞങ്ങൾക്കത് തരാവുന്ന മട്ടില്ലാതെ അങ്ങ് മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്തിട്ട് പോയൊരു വ്യക്തി വിളിച്ചിട്ട് എൻ്റെ മോൻ അവിടെ ഒരു ജോലി തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് അവിടെ ഒരു ജോലി കിട്ടണമെങ്കിൽ ഒരു 7 ലക്ഷം രൂപയുടെ ചിലവുണ്ട് വർക്ക് വിസ കിട്ടണമെങ്കിൽ. അതിൽ 1 രൂപ പോലും ചിലവില്ലാതെ അവരെൻ്റെ മോനെ ആ രാജ്യത്തോട്ട് എടുത്തു. അപ്പോൾ എൻ്റെ മകൻ അതോടുകൂടി എൻ്റെ മകനും ഹസ്ബൻഡിനും എല്ലാവർക്കും വിശ്വാസം വർദ്ധിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കവേ തന്നെ എൻ്റെ മകനെ നാട്ടിലോട്ട് വിട്ടു. അവൻ ഇവിടെ വന്നിട്ട് PCCയും ഇതൊക്കെ മെഡിക്കലും ഒക്കെ എടുത്ത് അയച്ചു കൊടുത്താലേ വിസ വരത്തുള്ളൂ. പക്ഷേ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിലും ടിക്കറ്റിന് കൂടെ പൈസ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ആ സാഹചര്യത്തിലും ഞങ്ങൾക്ക് പോലും പരിചയമില്ലാത്ത, ഞങ്ങൾ ട്രിവാൻഡ്രത്തുകാരാണ്, കാസർഗോഡുള്ള ഒരു മോനാണ് ഞങ്ങൾക്ക് വന്ന് പെട്ടെന്ന് കണ്ടു, ഇവൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. അവനുള്ള ടിക്കറ്റിനുള്ള ക്യാഷ് അപ്പോൾ തന്നെ ആ മകൻ ഞങ്ങൾക്ക് തരികയാണ് ചെയ്തത്. അപ്പോഴവൻ നാട്ടിൽ വന്നു, അവന് പോകാം. അപ്പോൾ ഞാൻ ഈ ഏപ്രിൽ ഉടമ്പടി എൻ്റെ ബുക്കിൽ എഴുതി വെച്ച സമയത്ത് ഒരു 25 എന്നുള്ള ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഡേറ്റിൽ തന്നെയാണ് അവിടെ നിന്ന് മാഡം ടിക്കറ്റ് വരെ എൻ്റെ മോന് എടുത്തു കൊടുത്തത്. ഇത്രയും അനുഗ്രഹം എൻ്റെ മാതാവ് ഞങ്ങൾക്ക് വളരെ ഒരുപാട് അത്ഭുതം എന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു, ഞങ്ങൾ ആ കിടക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ ആയിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് എൻ്റെ മകന് ആ യൂറോപ്പിലേക്ക് ഒരു ജോലി ശരിയായി. ഇപ്പം എൻ്റെ മകൻ പോയിട്ട് 6 മാസമായി. അത് കഴിഞ്ഞിട്ട് എനിക്കും അവിടെ ജോലിയില്ല, വിസ തീരാനും ഓവറാകാനുള്ള ഡേറ്റൊക്കെ ആയി. 2 ദിവസം ഉള്ളപ്പോൾ ഒരു കുഞ്ഞിനെ നോക്കാനായിട്ട് ഒരു ഫാമിലി വന്ന് കണ്ടു. അവർ തന്നെ പിന്നെ എന്നെ കൊണ്ടുപോയി വിസ അടിച്ചൊക്കെ തന്നു. ഞാനും സേഫായി. പിന്നെ ഹസ്ബൻഡിന് ഒരു ജോലി കിട്ടി. ഇളയ മകനുണ്ടായിരുന്നു, ഇളയ മകനും ചെറിയ ചെറിയ ജോലികൾ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടേ ഇനി ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് കരുതിയിരുന്നപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ നോക്കാൻ കയറിയപ്പോൾ ആ വീട്ടുകാർ 2 മാസത്തിനുള്ളിൽ നാട്ടിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് എന്നെയും കൂടെ അവർ കൊണ്ടുവന്ന് കഴിഞ്ഞ സെപ്റ്റംബർ 5-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ ഉടമ്പടി എടുക്കുകയും അതിനുശേഷമാണ് എൻ്റെ മകൻ ഇവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ എനിക്ക് ആ ഒരു അത്ഭുതം നടന്നു. പിന്നെ എനിക്ക് ഒരുപാട് ശത്രുത ഉണ്ട്, പലരോടും എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ചെന്ന് എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികളുടെ അടുത്ത് ചെന്ന് ഞാൻ ക്ഷമ ചോദിക്കുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ആ ചെയ്തതിൻ്റെ അന്ന് 2 മാസം വെയിറ്റ് ചെയ്തിരുന്ന എൻ്റെ മോൻ്റെ വിസ ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിച്ച് അവരോടത്ത് സംസാരിച്ച് കഴിഞ്ഞതിൻ്റെ അന്ന് തന്നെ എൻ്റെ മോന് വിസ വരികയും ചെയ്തു. അതുകൂടാതെ എൻ്റെ ഭർത്താവ് ഒരു 30-35 വർഷം കൊണ്ട് ഒരു മദ്യപാനിയാണ്. അതിനു വേണ്ടി ഞാൻ പലപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കും, മദ്യപിക്കുന്നതിനോട് പ്രതികരിക്കും. അങ്ങനെയൊക്കെ ആയിട്ടും ഒരു തരത്തിൽ എങ്ങനെയൊക്കെ പറഞ്ഞാലും അത് അനുസരിക്കത്തില്ല. എപ്പോഴും മദ്യപാനം, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പുറത്തു പോയി ഒളിച്ചൊളിച്ച് കുടിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ഇരുന്ന് ഞാൻ അതും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഉടമ്പടിയിൽ വെച്ചിട്ടാണ് ഞാൻ പോയത്. പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മാസം 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭർത്താവ് ഓട്ടോമാറ്റിക്കായിട്ട് ടക്കനെ മനസ്സിനെന്തോ ഒരു ഇത് തോന്നി. ഇപ്പോൾ ഒരു 6 മാസത്തോളമായി മദ്യപാനശീലം നിർത്തിവെച്ചിട്ട്. ഈ ഒരു അനുഗ്രഹം നിയോഗവും എനിക്ക് മാതാവ് സാധിച്ചു തന്നു. പിന്നെ എൻ്റെ ഒരു കസിൻ സിസ്റ്ററിനും ഇതുപോലെ കുറച്ച് ബാധ്യതകളുണ്ടായി. അവൾക്കും ആ ബാധ്യത തീർക്കാനുള്ള വരുമാന മാർഗം മാതാവ് തുറന്നു കൊടുത്തു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് ഈ ഉടമ്പടി ഇവിടെ വന്ന് എടുത്തതിന് ശേഷം തൊട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നൽകി. ഞാൻ സാക്ഷ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അവിടെ യൂട്യൂബിലൂടെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയും ആ പ്രാർത്ഥന എല്ലാം ഞാൻ കൃത്യതയോടുകൂടെ പാലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തൊട്ടാണ് മാതാവ് ഞങ്ങൾക്ക് ധാരാളം ചെറുതും വലുതും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നു ഇന്ന് വരെയും. ഇപ്പം ഞങ്ങൾക്ക് ബാധ്യതകൾ തീർക്കാനായിട്ട് വരുമാന മാർഗങ്ങൾ ഞങ്ങൾക്ക് മാതാവ് തുറന്നു തന്നു. മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. ഞാൻ ഇടുക്കി രൂപതയിൽ നിന്നും മാവടി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വലിയ ഒക്ടോബർ 18, 22 ഉടമ്പടി എടുത്തു. അന്ന് ഞാൻ വലിയ വേദനയോടെയാണ് ഇവിടെ വന്നത്.
എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് അന്ന് 8.5 മാസമായിരുന്നു. എനിക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു. അത് കടബാധ്യത ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ട് ഞാൻ തകർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു. എൻ്റെ അമ്മേ, എനിക്കിത് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണ്. അമ്മ കൂടെ എൻ്റെ കൂടെ പോയി ചുമക്കാൻ കൂടുമോ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ട് കരഞ്ഞു. അന്ന് എൻ്റെ കരച്ചിൽ അമ്മ തൂത്ത് എൻ്റെ മനസ്സിൽ നിന്നും വലിയൊരു ഭാരം ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ സമാധാനത്തോടെ ഇവിടെ നിന്ന് പോയി. അത് എനിക്ക് വന്നിവിടെ കാല് കുത്തിയത് എനിക്ക് അമ്മ തന്നു. പിന്നെ എൻ്റെ മകന് ഹാർട്ടിന് ബ്ലോക്കായിരുന്നു. അവന് പല ഡോക്ടർമാരും അവൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് അത് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്യാൻ പ്ലാനിട്ടു. ഞാൻ അറിഞ്ഞപ്പം മുതൽ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അമ്മേ ബ്ലോക്ക് കാണല്ലേ. ഞാൻ പ്രാർത്ഥിച്ച തൈലം ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ നെഞ്ചത്തും മോൻ്റെ ഫോട്ടോയുടെ നെഞ്ചത്തും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അമ്മേ ബ്ലോക്ക് കാണല്ലേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആൻജിയോഗ്രാം ചെയ്തു. അപ്പോൾ ബ്ലോക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് ഹാർട്ടിൻ്റെ ചെക്കപ്പ് ചെയ്തു. അപ്പോൾ ഡോക്ടർ തന്നെ അതിശയമായിരുന്നു. ഡോക്ടർ ചോദിച്ചു, ഫുൾ ക്ലീൻ ആണല്ലോ, ഇതെങ്ങനെ സംഭവിച്ചുവെന്ന്. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അമ്മ എൻ്റെ മകൻ്റെ ബ്ലോക്കിന് തൂത്ത് മാറ്റിയതാണെന്ന്. ഇത് സാക്ഷ്യം പറയാനാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് ലിമിയ രാജേഷ്. ഞാൻ ഇടുക്കി ജില്ലയിലെ മാവടി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ 2022 സെപ്റ്റംബർ 3-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ഫസ്റ്റ് നിയോഗമായിട്ട് വെച്ചത് എൻ്റെ ആത്മീയ വിശുദ്ധീകരണമായിരുന്നു. ഈശോയും മാതാവും കൂടെ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ലഭിക്കുമെന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ അന്ന് അങ്ങനെ വെച്ചത്. പിന്നീട് എന്നെ തന്നെ മാതാവ് വിശുദ്ധീകരിക്കാൻ തുടങ്ങി. ഞാൻ ഒരു 6 വർഷത്തോളമായിട്ട് എനിക്ക് ഫോൺ നല്ല രീതിയിൽ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. ചുമ്മാ സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ചുമ്മാ തോണ്ടിക്കൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കാണും, യൂട്യൂബ് വീഡിയോസ് കാണും, സിനിമാ നടന്മാരുടെ ഇങ്ങനെ വീഡിയോസ് എല്ലാം അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പം ഞാനൊരു ദിവസം അച്ഛൻ്റെ ടോക്ക് കേൾക്കാനിടയായി. ഒരു 3 വർഷം പഴക്കമുള്ളൊരു ടോക്കായിരുന്നു. അപ്പോൾ അതിൽ അച്ഛൻ പറയുന്നുണ്ട്, ലോകത്തിലെ 90% ആളുകളും ഫോണിന് അഡിക്റ്റാണ്. മദ്യത്തിനേക്കാളും മയക്കുമരുന്നിനേക്കാളും ഇപ്പോൾ ഏറ്റവും അഡിക്ഷൻ ഫോണിനാണ്. അത് മാറ്റാൻ ഇച്ചിരി പാടാന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അച്ഛൻ്റെ ഒരു ടോക്ക് കേട്ടു. അതിന് ശേഷം തൊട്ട് എന്നാന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് എനിക്കങ്ങനെ ഫോൺ യൂസ് ചെയ്യണമെന്നില്ല. അങ്ങനെയുള്ള യൂട്യൂബിലുള്ള അനാവശ്യ വീഡിയോസ് ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം ചേർത്ത് ഒരു വീഡിയോ പോലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 6 മാസമായി ഞാൻ അങ്ങനെയുള്ള ഒരു വീഡിയോസും കാണുന്നില്ല. ഞാനിപ്പോൾ കാണുന്നത് അച്ഛൻ്റെ ടോക്കുകളും ടെസ്റ്റിമോണീസൊക്കെ. എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴും ഞാൻ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിലും എല്ലാം അത് വെച്ച് കേൾക്കുന്നു. അങ്ങനെയുള്ള മറ്റൊരു വീഡിയോസും ഇപ്പോൾ കാണുന്നില്ല. പിന്നെ എനിക്ക് അടുത്ത വിശുദ്ധീകരണമായിട്ട് ലഭിച്ച എനിക്ക് ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോകാൻ ഭയങ്കര മടിയുള്ള ആളാണ്. ഇപ്പോൾ ഒരു 3 മാസമായിട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളി പോകുന്നുണ്ട്. എന്നെ ആരോ ഏൽപ്പിക്കുവാ രാവിലെ. മടി കൂടാതെ ഞാനിപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു. അതിപ്പോൾ എന്നാ പനി വന്നാലും എന്താ ക്ഷീണം വന്നാലും ഞാൻ പോകുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പുലി ഇറങ്ങിയായിരുന്നു. അപ്പം ഞങ്ങളുടെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞു പുറത്തിറങ്ങരുതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പോലും ഞാൻ അന്ന് പേടി കൂടാതെ ഞാൻ അന്ന് പള്ളിയിൽ പോയി. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു എന്തിനാ അങ്ങനെ പോയെന്നൊക്കെ. പക്ഷേ എനിക്ക് നല്ല ധൈര്യമായിരുന്നു, ഞാൻ പോയി. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഒരു 3.5 വർഷമായിട്ട് സ്കിൻ അലർജി ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഗുളിക ഡോക്ടർ കുറിച്ച് തന്നു. അപ്പോൾ എല്ലാ ആഴ്ചയും ഒരു 2 എണ്ണമൊക്കെ വെച്ച് ഹസ്ബൻഡ് കഴിക്കുമായിരുന്നു. അല്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ചൊറിച്ചിലും പിന്നെ ഭയങ്കര ദേഷ്യമാണ്. ഞങ്ങളോടൊക്കെ ഭയങ്കര ദേഷ്യത്തോടെ സംസാരിക്കും. അപ്പം ഇപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം തേച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ കുറേ ദിവസം അങ്ങനെ തേച്ചു. പിന്നെ ഞാൻ എൻ്റെ കാര്യം മറന്നുപോയി. പിന്നീട് ഒരു മാസത്തോളം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു ചൊറിച്ചിൽ പോയെന്നും ഇപ്പോൾ ഒരു 30ഓളം ഗുളിക വീട്ടിലിരിക്കുവാണ്, സ്റ്റോക്ക് മേടിച്ച് വെച്ചിരുന്നതാണ്. ഇപ്പം 3 മാസമായിട്ട് പുള്ളി അത് യൂസ് ചെയ്യുന്നില്ല. പൂർണ്ണമായിട്ടും അത് സൗഖ്യം കിട്ടി.
എൻ്റെ കുഞ്ഞുങ്ങൾക്കാണേലും ഇപ്പം കൃപാസനം ഇവിടുത്തെ തൈലവും ഉപ്പും തേനും ഒക്കെ യൂസ് ചെയ്യും. എന്തെങ്കിലും കുഞ്ഞു രോഗങ്ങൾ വന്നാൽ പോലും കുട്ടികൾ അതെടുത്ത് ഉപയോഗിക്കുകയും പിന്നെ വന്ന് മാറിയെന്നും പറഞ്ഞ് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അത് എൻ്റെ 3 വയസ്സുള്ള കൊച്ചു പോലും തേൻ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അമ്മയെന്നും പറഞ്ഞ് കൈ കൂട്ടിപ്പിടിച്ചാൽ കണ്ടടിച്ച് എന്തൊക്കെയോ അത് പറയും. അതിന് നല്ലൊരു അനുഗ്രഹം ഈ ഉടമ്പടി എടുത്തതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ആൾത്താരയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ അവസരം തന്നതിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി.